ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 2 എപ്പിസോഡ് 3 ഒരു യുദ്ധം വരെ കഴിഞ്ഞു. അതായത് ഡാൻസ് ഓഫ് ദ ഡ്രാഗൺസിലെ രണ്ട് സൈഡിൻ്റെയും ആദ്യത്തെ ബാറ്റിൽ വരെ കഴിഞ്ഞു. എത്ര പേര് ശ്രദ്ധിച്ചു? അങ്ങനെ പല കാര്യങ്ങളും പല സംഭവങ്ങളും സംഭവിച്ച ഒരു എപ്പിസോഡാണ്. ബട്ട് പല ആൾക്കാരും പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് കാണത്തില്ല. എന്തൊക്കെയാണെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഹൗസ് ഓഫ് ദ ഡ്രാഗണിൻ്റെ എപ്പിസോഡ് 3 ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സ് ആയിക്കൊള്ളട്ടെ, ഈ എപ്പിസോഡ്സ് ഒന്നും കാണാണ്ട് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വീഡിയോ വന്ന് കണ്ടിട്ട് ഇതിൽ നിന്ന് ഞാൻ മലയാളം പറയുന്നത് മനസ്സിലാക്കി എപ്പിസോഡിനെ പറ്റിയുള്ള ഐഡിയ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അതായത് നിങ്ങൾ ഹൗസ് ഓഫ് ദ ഡ്രാഗണിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് ആയിക്കോട്ടെ, രണ്ടാമത്തെ എപ്പിസോഡ് ആയിക്കോട്ടെ, മൂന്നാമത്തെ എപ്പിസോഡ് ആയിക്കോട്ടെ, ഏത് എപ്പിസോഡ് ആയിക്കോട്ടെ, ആ പർട്ടിക്കുലർ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം എൻ്റെ വീഡിയോ വന്ന് കാണുക. കാരണം ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു എപ്പിസോഡ്സിലെ മേജർ ഇവൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൽ ഈസ്റ്റർ എഗ്സ് പറയുക, അതുപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയും. അങ്ങനെ കുറച്ച് കാര്യങ്ങളെപ്പറ്റി മാത്രമായിരിക്കും ഞാൻ മെയിനായിട്ടും പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കൂടാണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു എപ്പിസോഡിനകത്ത് നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് കാണാണ്ട് എൻ്റെ വീഡിയോ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം എൻ്റെ വീഡിയോ കാണുവാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു മലയാളം പരിഭാഷയല്ല ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോ കൊണ്ട്. അതൊന്നും എല്ലാവരും മൈൻഡിലേക്ക് വെച്ചേക്കുക. പിന്നുള്ളൊരു കാര്യം, കഴിഞ്ഞ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു ഞാൻ ഓർഡറിലല്ല പറയുന്നത്, കൂട്ടിയും കുഴച്ചുമൊക്കെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോ തൊട്ട് നമ്മൾ എപ്പിസോഡിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ നടന്ന കാര്യങ്ങൾ ആ ഒരു ഓർഡറിൽ തന്നെയായിരിക്കും പറയുന്നത്. അതായത് ആ ഒരു എപ്പിസോഡ് പോയ ഓർഡറിൽ തന്നെയായിരിക്കും. അതിലാദ്യത്തെ കാര്യം ഇതിൻ്റെ ഇൻട്രോ തീമാണ്. ഈ ഒരു എപ്പിസോഡ് 3 ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകും ഇൻട്രോ തീമിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അവസാന ഭാഗത്ത് ജെഹേറിസ് ടെർഗറിൻ്റെ ആ ഒരു കഴുത്ത് മുറിക്കുന്നതും അതുപോലെ തന്നെ റാറ്റ് ക്യാച്ചേഴ്സിനെ കെട്ടി തൂക്കിയിടുന്നതും ഒക്കെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് ക്രെഡിറ്റ്സിനകത്ത് ആഡ് ചെയ്ത് കാണുവാൻ സാധിക്കും. ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിലും ഇതുപോലെ ഒരു മേജർ ഇവൻറ്റ്സ് കഴിയുമ്പോഴത്തേനും അതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിൽ ഈ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുന്നത് ആയിരിക്കും. പക്ഷേ ഈ ഒരു സംഭവം ഇത് ആദ്യമായിട്ട് ഉണ്ടാകുന്നതല്ല. ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 1 ഇൻട്രോ തീംസിലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ചേഞ്ചസ് വന്നായിരുന്നു. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഓപ്പണിംഗ് ക്രെഡിറ്റ്സിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഒന്നാമത്തെ കാര്യം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പല ആൾക്കാരും പെട്ടെന്ന് നോട്ടീസ് ചെയ്തൊരു സംഭവം കൂടെ ആയിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നടന്നൊരു മേജർ സംഭവമായിരുന്നു ഹൗസ് ബ്രാക്കണും ഹൗസ് ബ്ലാക്ക്വുഡിനും ഇടയിലുണ്ടായ ഒരു പ്രശ്നം. ആ ഒരു പ്രശ്നം അവസാനിച്ചത് വലിയൊരു യുദ്ധത്തിലാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? കാരണം അവർ രണ്ട് പിള്ളേർ സെറ്റ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു വലിയ യുദ്ധം കഴിഞ്ഞ മട്ടാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പല ആൾക്കാർക്കും ഒരു ഡൗട്ട് ഉണ്ടായി കാണും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഹൗസ് ബ്രാക്കൺ, അതായത് മറ്റേ ആ ഒരു സ്റ്റാഗിൻ്റെ സിജിലുള്ള ആ ഒരു ഹൗസില്ലേ, അത് ഹൗസ് ബ്രാക്കൺ. പിന്നെ ഹൗസ് ബ്ലാക്ക്വുഡ്. ഹൗസ് ബ്ലാക്ക്വുഡിൻ്റെ സിജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ട്രീ ആണെന്ന് തോന്നുന്നു. ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ രണ്ട് ഹൗസസും ഈ ഒരു വെസ്ട്രോസിലുള്ള വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഹൗസസിൻ്റെ കൂട്ടത്തിൽ ഒന്നാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് മെന്നിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ തൊട്ടേ ഉണ്ടായിരുന്നൊരു ഹൗസസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇവർ പണ്ട് മുതൽക്കേ റൈവൽസ് ആണ്. ഇവർ ഈ റൈവൽസ് ആയിട്ട് മാറിയതിൻ്റെ കാരണം എന്താണെന്ന് ഇവർക്ക് പോലും പറഞ്ഞു. അതായത് പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്നൊരു പകയാണ് ഈ രണ്ട് ഹൗസിനും ഉള്ളത്. അപ്പം ഈ രണ്ട് ഹൗസസും അവരുടെ ആ ഒരു അതിർത്തിയുടെ ആ ഒരു സൈഡിൽ വന്നിട്ടുള്ളൊരു പ്രശ്നമാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അതോടെ കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ബ്രാക്കൺ ഏഗോൺ ടർഗറിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഹൗസ് ബ്ലാക്ക്വുഡ് റെയ്നേറ ടർഗറിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു എപ്പിസോഡിനകത്ത് നമ്മൾ ബെഞ്ചിക്കോട്ട് ബ്ലാക്ക്വുഡ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക്വുഡ് ഹൗസിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിനെ കാണുന്നുണ്ട്. ആ ഒരു മേജർ ക്യാരക്ടറാണ് ആക്ച്വലി അവിടെ ആ ഒരു പ്രശ്നമൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് വരുന്നത്. അപ്പം ഈ ബെഞ്ചിക്കോട്ട് എന്ന് പറയുന്ന ക്യാരക്ടറിന് ഹൗസ് ഓഫ് ദ ഡ്രാഗൺ എന്ന സീരീസിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ക്യാരക്ടറിനെ നോട്ട് വിട്ട് വെച്ചേക്കുക. അപ്പം ഈ ബെഞ്ചിക്കോട്ട് എന്ന് പറയുന്ന ക്യാരക്ടറോടെ പ്രശ്നം ഉണ്ടാക്കുന്നു. പിന്നെ വലിയൊരു ബാറ്റിൽ ഉണ്ടാകുന്നു. ആ ബാറ്റിലിൻ്റെ പേരാണ് ബാറ്റിൽ ഓഫ് ദ ബേണിംഗ് മിൽ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു ബാറ്റിൽ ഓഫ് ദ ബേണിംഗ് മിൽ ഉണ്ടായി. എന്താ ഇതിലിപ്പം ഇത്ര വലിയ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസ് ഓഫ് ദ ഡ്രാഗണിൽ രണ്ട് സൈഡിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ഒരു സൈഡ് റെയ്നേറയും ഒരു സൈഡ് ഏഗോണിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സൈഡും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ യുദ്ധം ഉണ്ടായി. ഇതിൻ്റെ അർത്ഥം യുദ്ധം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. രണ്ട് ഹൗസസിലെയും ആർമീസും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർട്ട് ചെയ്ത് അതിനൊരു തുടക്കം കുറിച്ചു. ഇനി പിന്നോട്ട് പോകുന്നൊരു പരിപാടിയില്ല. രണ്ട് ഹൗസസിനും യുദ്ധത്തിലൂടെ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ബ്ലാക്ക്വുഡും ഹൗസ് ബ്രാക്കണും ടളി എന്ന് പറയുന്ന ഹൗസിൻ്റെ അണ്ടറിലാണ് വരുന്നത്, അല്ലെങ്കിൽ ലോർഡ് ടളിയുടെ അണ്ടറിലാണ് വരുന്നത്. ആക്ച്വലി നമ്മുടെ ടളി ഹൗസ് ഇതുവരെ ആരുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. അതിന് മുന്നേ തന്നെ ഇവരുടെ അണ്ടറിലുള്ള രണ്ട് ഹൗസസും കൂടെ അങ്ങോട്ട് പോരാടി. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പേരുടെയും പേര് പറഞ്ഞ് പോരാടി. നമ്മുടെ ഡേമോൺ ടർഗീറൻ ഹാരൻ ഹാളിലേക്ക് വരുമ്പോഴത്തേനും അവിടുത്തെ ലോഡ് പറയുന്നുണ്ട് ആക്ച്വലി നമ്മുടെ ടളി ഹൗസിൻ്റെ ലോഡ് ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്, അങ്ങേർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ആൻസർ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതിനിടയ്ക്കാണ് അവിടെ ഒരു യുദ്ധം ഉണ്ടായേക്കുന്നത്. ആക്ച്വലി ഈ ഒരു ബ്ലാക്ക്വുഡ് ഹൗസും അതുപോലെ തന്നെ ബ്രാക്കൺ ഹൗസിനും ഇടയിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു എപ്പിസോഡിനകത്ത് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. സീസൺ 1 റെയ്നേറ ടർഗറിന് മുന്നിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ രണ്ട് ഹൗസും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും റെയ്നേറയുടെ ഫ്രണ്ടിൽ വെച്ച് പോരാടാൻ വേണ്ടി വരെ തയ്യാറായിട്ടുണ്ട്.
അപ്പം ഈ ഒരു റിവർലാൻഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു വെസ്ട്രോസിലെ തന്നെ മേജർ സ്ട്രോങ് ഹോൾഡ്സിൽ ഒന്നാണ്. അതായത് ഒരുപാട് ആർമിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു റിവർലാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു യുദ്ധം നടന്നു അപ്പോൾ അവിടെ ഒരു യുദ്ധം ഓൾറെഡി നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യുദ്ധം സ്റ്റാർട്ടായി എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ഓഫ് ദ ഡ്രാഗൺസ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ഒരു യുദ്ധം അവിടെ നടന്നു കഴിഞ്ഞു. ഇനി ആർക്കും എങ്ങോട്ടും പിന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ല. അതാണ് റെയ്നേറ ടർഗേറിനോട് ആലിസൺ ഹൈറ്റവർ ക്ലൈമാക്സിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നത്. ഇനി ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ഈ രണ്ട് ഹൗസസും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടിയില്ല, അതിനെ പറയുന്ന പേരാണ്. അതായത് ബ്രാക്കണും ബ്ലാക്ക്വുഡും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടിയ ആ ബാറ്റിലിൻ്റെ പേരാണ് ബാറ്റിൽ ഓഫ് ദ ബേണിംഗ് മില്ല് എന്ന് പറയുന്നത്. ഒരു മില്ല് ബേൺ ചെയ്തുകൊണ്ട് അവിടെ കിടന്ന് കറങ്ങുന്നത് നമുക്ക് ആ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ട് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് ആൾക്കാർ മരിച്ച്, ഒരു വലിയ ലോസ് തന്നെ. അതായത് റിവർലാൻഡ്സിലെ ഒരു വലിയ ലോസ് തന്നെയായിരുന്നു അത്. ഈ എന്തൊക്കെ കുഴപ്പം, അതായത് വെസ്ട്രോസിൽ എന്ത് കുഴപ്പം ഉണ്ടായാലും അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് റിവർലാൻഡ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെ വള്ളി പോയാലും കീറി പിടിക്കുന്നത് റിവർലാൻഡ്സിലായിരിക്കും. അപ്പം നമ്മുടെ ഈ ഒരു യുദ്ധവും റിവർലാൻഡ്സിലേക്ക് തന്നെ തുടങ്ങി പിടിച്ചിട്ടുണ്ട്. ഇനി എന്തവിടെ ഉണ്ടാവുമെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. അപ്പം ഇനി എന്തൊക്കെയാണെങ്കിലും യുദ്ധം റിവർലാൻഡ്സിലായിരിക്കും നടക്കുക എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ക്രിസ്റ്റൻ കോളൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആലിസൺ ഹൈറ്റവറിൻ്റെ ബ്രദറും അവരുടെ കൂടെ പോയിട്ടുണ്ട്. ക്രിസ്റ്റൻ കോളിൻ്റെ ആ ഒരു ആർമറിലേക്ക് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ആർമറിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം ഓൾറെഡി കിങ്സ് ഗാർഡിൻ്റെ ലോർഡ് കമാൻഡർ ആയിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ പവറും കൂടെ അല്ലെങ്കിൽ ഒരു പുതിയ പൊസിഷനും കൂടെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഹാൻഡ്. അപ്പോൾ ആ ഒരു ഹാൻഡിൻ്റെ പൊസിഷനും കൂടെ കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആർമറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു നെക്ലേഴ്സ് ആർമറിൽ ഫിറ്റ് ചെയ്തിട്ട് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സംഭവം അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഹാൻഡുമാണ് ലോർഡ് കമാൻഡറും ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏഗോൺ ടർഗേറിയൻ കിങ്സ് ഗാർഡിലേക്ക് പുതിയ കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആൻഡ് അവന്മാരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിനകത്ത് വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. സോ എത്ര പരിതാപകരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ ഏഗോണും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കിങ്സ് ഗാർഡും ഒക്കെ മുന്നോട്ട് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഏഗോൺ ഫസ്റ്റ് ടർഗിയറിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഏഗോൺ ഫസ്റ്റ് ടർഗിയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു ആക്ച്വലി കിങ്സ് ഗാർഡ് പോലുള്ള ഒരു സംഭവത്തിനെ വിസന്യ ടർഗിയറിൻ തുടങ്ങി വെച്ചത്. പക്ഷേ അതിൻ്റെ ഒരു നിലവാരം ഇപ്പം ഏത് ലെവലിലേക്ക് തരം താണു പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു എപ്പിസോഡിനകത്തൂടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. കാരണം ഇവന്മാരൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് ഏഗോൺ ടർഗിയറിൻ എന്ന് ജീവനോടെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം ദൈവം തമ്പുരാന് മാത്രം അറിയാം. യുദ്ധം തുടങ്ങി എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നതുകൊണ്ട് തന്നെ റെയ്നേറ ടർഗിയറിൻ തൻ്റെ മക്കളെയും അതുപോലെ തന്നെ റീന ടർഗിയറിനെയും പെൻഡോസിലേക്ക് പറഞ്ഞയക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം ഡ്രാഗൺ സ്റ്റോൺ ഇനി സേഫ് അല്ല എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ മനസ്സിലായി. കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ഡയറക്റ്റായിട്ട് തന്നെ ഡ്രാഗൺ സ്റ്റോണിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഗ്രീൻസ് നമ്മുടെ എറിക്കിനെ പറഞ്ഞു വിടുകയുണ്ടായി. അപ്പം അതിനുശേഷം ഉണ്ടായ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കിടയിലുള്ള ബാറ്റിൽസും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. സോ ഇനി എന്തൊക്കെയാണെങ്കിലും ഡ്രാഗൺ സ്റ്റോണിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം തൻ്റെ മക്കൾക്ക് അതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. നമ്മുടെ റെയ്നേറ ടർഗിയറിന് ലൂക്കും ജെയ്സും മാത്രമല്ല മക്കളായിട്ടുള്ളത്, വേറെ 2 മക്കളും കൂടെ ഉണ്ട്. അതാണ് വിസേർ സെക്കൻഡ് ടർഗിയറിന് അതുപോലെ തന്നെ ഏഗോൺ ദ യങ്ങറും. ഈ 2 മക്കളും കൂടെ ഉണ്ട്. നമ്മുടെ ഡേമോൺ ടർഗിയറിനും റെയ്നേറ ടർഗിയറിനും കൂടെ ഉണ്ടായ മക്കളാണ് ഇവർ. അപ്പോൾ ഇവരെയും കൂട്ടിക്കൊണ്ട് റെയ്ന ടർഗിയറിനോട് പെൻഡോസിലേക്ക് പോകാൻ വേണ്ടി റെയ്നർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റെയ്നയ്ക്ക് യുദ്ധത്തിന് കൊണ്ടുപോകാൻ മാത്രം തയ്യാറായിട്ടുള്ള ഒരു ഡ്രാഗൺ ഇല്ല എന്നുള്ളതും കൂടെ ചേർത്തുകൊണ്ടാണ് ആളോട് നേരെ പെൻഡോസിലേക്ക് പോകാൻ വേണ്ടി പറയുന്നത്. പക്ഷേ റെയ്നയുടെ കയ്യിലൊരു പ്രധാനപ്പെട്ട സംഭവം റെയ്നറെ കൊടുത്തു വിടുന്നുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ 4 ഡ്രാഗൺ മുട്ടകളും കൂടെ കൊടുത്തു വിട്ടിട്ടാണ് നമ്മുടെ റെയ്നയോട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറയുന്നത്. ആ മുട്ടകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും സംഭവം എങ്ങോട്ടാണ് പോയേക്കുന്നത്. പെൻഡോസിലേക്ക്. നമ്മുടെ ഡനീറിസ് ടർഗിയറിന് മുട്ട എവിടെ നിന്നാണ് കിട്ടുന്നത്? SOC നല്ല ഡനീറിസ് ടർഗിയറിന് മുട്ട കിട്ടുന്നത് ഒരു ഗിഫ്റ്റായിട്ട്. അപ്പം പല ആൾക്കാർക്കും ഏകദേശം ഇപ്പോൾ പിക്ചർ ക്ലിയറായി കാണും എന്നെനിക്ക് തോന്നുന്നു. ഡനീറിസ് ടർഗിയറിൻ്റെ മുട്ട ഏത് വഴി കറങ്ങി തിരിഞ്ഞ് അവിടെ വന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഡനീറിസ് ടർഗിയറിൻ്റെ 3 ഡ്രാഗൺസിൻ്റെ മുട്ട മോസ്റ്റ് പ്രോബബിളി വെസ്ട്രോസിൽ നിന്നും SOCയിലേക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയായിരിക്കാം എന്നുള്ളതാണ് ഒരു 99.9% ചാൻസും കാണിച്ചിരുന്നത്. ആൻഡ് ദെൻ ഈ ഒരു എപ്പിസോഡിനകത്ത് കാണുവാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെസ്ട്രോസിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ മേജർ സ്ട്രോങ് ഹോൾഡ്സിൽ ഒന്ന് നമ്മുടെ ഡേമോൺ ടർഗിയറും പിടിച്ചെടുക്കുന്നത്, അതായത് ഹാരൻ ഹാൾ. റൈറ്റ് നൗ ഹാരൻ ഹാളിൽ സ്ട്രോങ് ഹൗസിലെ വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രമാണ് താമസിക്കുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ഡ്രാഗണുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് നേരെ റൂയിൻസും കാര്യങ്ങളൊക്കെ തപ്പി ഒരു റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ആ ഒരു ഹൗസിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എല്ലാം ഇരിപ്പുണ്ട്. അവിടുത്തെ ആ ഒരു ലോഡ് നമ്മുടെ ഡേമോണിൻ്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തിയിരുന്നിട്ട്
ഞാൻ ഓൾറെഡി നിങ്ങളുടെ സൈഡാണെന്ന് പറയുന്നുണ്ട്. അപ്പം ബുക്കിൽ നിന്നും കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ കൂടെ അദ്ദേഹം പറയുന്നതിന് കുറച്ച് പ്രധാനപ്പെട്ട റീസൺസ് ഉണ്ട്. കാരണം നമ്മുടെ ഹാർവിൻ സ്ട്രോങ്ങിനെ, റീനേറയുടെ പ്രീവിയസ് ലവറും അതുപോലെ തന്നെ ജെയ്സിൻ്റെ ലൂക്കിൻ്റെ അച്ഛനായിട്ടുള്ള ക്യാരക്ടറിനെ ലാരിസ് സ്ട്രോങ് കൊന്നുകളയുന്നുണ്ട്. അതുപോലെ തന്നെ ലാരിസ് തൻ്റെ അച്ഛനെയും കൊന്നുകളയുന്നുണ്ട്. അപ്പം ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ കൊന്നുകളഞ്ഞ ലാരിസിൻ്റെ കൂടെ നിൽക്കാൻ ഇവർക്ക് ഒരു തരത്തിലുള്ള താല്പര്യമില്ല. അല്ലെങ്കിൽ ലാരിസ് ഓൾറെഡി ഏഗോണിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പം ആ ഒരു സൈഡിലോട്ട് പോവാണ്ട് ഞങ്ങൾ എപ്പോഴും റീനേറയുടെ സൈഡിലായിരിക്കുമെന്ന് ഡേമോൺ ടർഗിയറിനോട് പറയുന്നുണ്ട്. ആൻഡ് ഡേമോൺ ടർഗിയറിൻ തന്നെ രാജാവ് എന്ന് അല്ലെങ്കിൽ യുവർ ഗ്രേസ് എന്ന് വിളിച്ച് കേൾക്കണം എന്നും ഈ ഒരു ക്യാരക്ടേഴ്സിനോടൊക്കെ പറയുന്നുണ്ട്. അപ്പം ഡേമോണിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ദൈവം തമ്പുരാനെ മാത്രം അറിയാം. അപ്പം ഈ ഒരു ഹാരൻ ഹാൾ പിടിച്ചടക്കാൻ തന്നെയാണ് നമ്മുടെ സർ ക്രിസ്റ്റ്യൻ കോളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളൊക്കെ വരുന്നത്. അപ്പം ഹാരൻ ഹാൾ എന്ന് പറയുന്നത് വെസ്റ്റ്രോസിലെ തന്നെ ഒരു മേജർ സ്ട്രോങ് ഹോളാണ്. ഇതിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിവർലാൻഡ്സിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. റിവർലാൻഡ്സിൽ നിന്ന് പല ഭാഗത്തേക്ക് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ പല കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകാനും വളരെ ഈസിയാണ്. കാരണം റിവർലാൻഡ്സ് കടക്കാണ്ട് നമുക്ക് ഒരു കാര്യവും ചെയ്യുവാൻ സാധിക്കത്തില്ല. അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പം ഈ ഒരു റിവർലാൻഡ്സിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡ്, അതായത് റിവർലാൻഡിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ്, അവിടുത്തെ ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡാണ് ഹാരൻ ഹാൾ എന്ന് പറയുന്നത്. കറൻ്റ്ലി അവിടെ ആരും നിൽക്കുന്നില്ലെങ്കിൽ കൂടെ ഒരു യുദ്ധം വരുമ്പോഴത്തേനും ഒരു ആർമി ഏറ്റവും പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വലിയ ആർമിയെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഹാരൻ ഹാൾ എന്ന് പറയുന്നത്. അത്രയും വലിയൊരു കൊട്ടാരമാണ്. നമ്മുടെ ഏഗോൺ ടർഗിയർ നശിപ്പിച്ച് കളയുന്നതിന് മുന്നേ അതിൻ്റെ പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് വേറെ ലെവലായിരുന്നു. ബലേരിയം വന്ന് തകർത്ത് കളയുന്നുണ്ടെങ്കിൽ കൂടെ ഈ ഒരു ഹാരൻ ഹാളിന് അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈവൻ അങ്ങ് ഏഗോൺ കോൺക്വസ്റ്റ് തുടങ്ങിയിട്ട് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൽ ഇവൻസിൽ വരെ ഹാരൻ ഹാളിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മുടെ ഡേമോൺ ടർഗിയറിന് ഒറ്റയ്ക്ക് വന്ന് മൊത്തത്തിൽ കീഴടക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് വലിയൊരു യുദ്ധവും വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കിയറിയാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഡേമോൺ ഹാരൻ ഹാൾ പിടിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്ട്രോങ്സിലെ എല്ലാ മെമ്പേഴ്സും മുട്ടുകുത്തി അദ്ദേഹത്തിന് മുന്നിലിരിക്കുമ്പോഴത്തേനും ഒരാൾ മാത്രം, ഒരു സ്ത്രീ മാത്രം കൂളായിട്ട് സൈഡിൽ വന്ന് നിന്ന് അദ്ദേഹത്തിനെ നോക്കുന്നുണ്ടായിരുന്നു. ആരാണ് ആ സ്ത്രീ? കാരണം ഈ ഒരു സ്ത്രീ ഒരു എപ്പിസോഡിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുന്നുണ്ട്. പുള്ളിക്കാരുടെ പേര് ആലീസ് റിവേഴ്സ് എന്നാണ്. പുള്ളിക്കാരി നമ്മുടെ ലയണൽ സ്ട്രോങ്ങിൻ്റെ ഒരു ബാസ്റ്റഡ് ആണെന്നും കൂടെ പറയുന്നുണ്ട്. ഈ ആലീസ് റിവേഴ്സ് എന്നുള്ള പേര് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർലാൻഡ്സിലുള്ള ബാസ്റ്റേഴ്സിന് റിവേഴ്സ് എന്നുള്ള പേരാണ് കൊടുക്കുന്നത്. ഞാൻ ഇതിനെപ്പറ്റി ഒരു ഷോർട്ട് വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതറിയത്തില്ലെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഈ ഒരു വെസ്ട്രോസിലുള്ള ബാസ്റ്റഡ് സൺസിനൊക്കെ അവരുടെ ആ ഒരു സ്ഥലത്തിനനുസരിച്ചുള്ള ബാസ്റ്റഡ് നെയിം ആയിരിക്കും കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ജോൺ സ്നോയ്ക്ക് ആ ഒരു സ്നോ എന്നുള്ള പേര് വീണത് അദ്ദേഹം ആ ഒരു വിന്റർഫെല്ലിലോ അല്ലെങ്കിൽ നോർത്തിലോ ഉള്ള കാരണം കൊണ്ടാണ്. റാംസേക്ക് ബോൾട്ടൺ എന്നുള്ള ആ ഒരു പേര് കിട്ടുന്നതിന് മുന്നേ റാംസേ സ്നോ എന്നായിരുന്നു പേര്. ഇതിന്റെ കാരണം അദ്ദേഹം നോർത്തിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ സാൻഡ് എന്ന നെയിമിൽ ലാരിയ സാൻഡിനെ നമുക്ക് ഗെയിം ഓഫ് ത്രോൺസിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പുള്ളിക്കാരി ഡോണിലായതുകൊണ്ടാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു ബാസ്റ്റഡ് നെയിമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാസ്റ്റഡ് നെയിമുള്ള ക്യാരക്ടറാണ് ആലീസ് റിവേഴ്സ് എന്ന് പറയുന്നത്. ഈ പുള്ളിക്കാരിക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ടെന്നും ഈ ഒരു പുള്ളിക്കാരി ഒരു വിച്ചാണെന്നും ഒക്കെയുള്ള പലതരത്തിലുള്ള റൂമേഴ്സ് വെസ്റ്റ്രോസിലൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. കാരണം പുള്ളിക്കാരിയെ സംബന്ധിച്ച് പുള്ളിക്കാരി ഈ 40 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരാളാണ്. കണ്ടു കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് ഒരിക്കലും തോന്നില്ല. ഈ ഒരു എപ്പിസോഡിന് അതും പുള്ളിക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരിക്ക് ഒരു 40 വയസ്സൊന്നും ഇല്ല, അത്രയ്ക്കും പ്രായമുള്ളൊരു ക്യാരക്ടറല്ല. പക്ഷേ ആക്ച്വലി 40 വയസ്സിന് മേളിൽ പ്രായമുള്ളൊരു ക്യാരക്ടറാണ് ഈ ഒരു ആലീസ് റിവേഴ്സ് എന്ന് പറയുന്നത്. പുള്ളിക്കാരിക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പല വിഷൻസ് കാണാനൊക്കെയുള്ള കഴിവുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എപ്പിസോഡിനകത്തൂടെ ഡേമോൺ ടർഗിയറിന് ഒരു ഡ്രീം കാണുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. അതായത് ഡേമോൺ ഒരു ഡ്രീം കാണുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ യങ് റെയ്നേറ ടർഗിയറിൻ മരിച്ചുപോയ ജെഹേറിസ് ടർഗിയറിന്റെ കഴുത്ത് തുന്നി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സ്വപ്നത്തിൽ നിന്ന് അദ്ദേഹം ഞെട്ടി ഉണർന്നതിന് ശേഷം ഈ പുള്ളിക്കാരി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡേമോനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വെച്ച് മരിക്കും, ഈ ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും നിങ്ങൾ മരിക്കാൻ പോകുന്നതെന്ന്. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം. പക്ഷേ പുള്ളിക്കാരി അങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്തിയിട്ടാണ് പോകുന്നത്. പുള്ളിക്കാരി ഒരു പ്രഡിക്ഷൻ നടത്തിയിട്ട് പോകുന്ന സ്ഥലം നിങ്ങൾ കണ്ടായിരുന്നു. ഡേമോണിൻ്റെ തൊട്ടപ്പുറേ നിൽക്കുന്നത് ഒരു വേർവുഡ് ട്രീ ആണ്. ആ ഒരു ട്രീയുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു ട്രീക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ട്. ആ ഒരു ട്രീ നമ്മുടെ ചിൽഡ്രൻ ഓഫ് ദ ഫോറസ്റ്റ് ആരാധിച്ച് പോരുന്നുണ്ട്. അതുപോലെ തന്നെ 3-eyed raven ആ ഒരു ട്രീ വെച്ചുകൊണ്ടാണ് വിഷൻസും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ളൊരു ട്രീയുടെ അടുത്ത് നിന്നിട്ടാണ് ഡേമോൺ ടർഗിയറിൻ ആ ഒരു വിഷനും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ആലീസ് റിവേഴ്സും ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ടിട്ട് ഒരു ഫ്യൂച്ചറും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തിയറിയാണ്. എല്ലാ ആൾക്കാർക്കും ഒരു തിയറി പിടിക്കണമെന്നില്ല, പക്ഷേ ഇറ്റ്സ് എ തിയറി. ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഇതിനോടകം ഈ ഒരു തിയറിയെ വെച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഒരു തിയറി ക്ലിയർ ആക്കാം. നമ്മുടെ ആലീസ് റിവേഴ്സ് എന്ന് പറയുന്ന ക്യാരക്ടർ ആക്ച്വലി
ഒരു റെഡ് പ്രീസ്റ്റസ് ആവാനുള്ള ചാൻസസ് ഏറെയാണ്. കാരണം പുള്ളിക്കാരുടെ ഒരു പ്രിഡിക്ഷനും പുള്ളിക്കാരുടെ ഒരു നടത്തവും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിനകത്ത് കണ്ടിട്ടുള്ള ആ ഒരു റെഡ് പ്രീസ്റ്റസിൻ്റെയൊക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പുള്ളിക്കാരിക്കുള്ളത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എന്നാൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള രീതിക്കാണ് പുള്ളിക്കാരി പല കാര്യങ്ങളും ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വോക്കിലൂടെ ആ ഒരു ക്യാരക്ടർ നമ്മുടെ ഡേമോൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ഹാളിലേക്ക് ആദ്യം കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് പുള്ളിക്കാരിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, പുള്ളിക്കാരി പ്രീസ്റ്റസ് അല്ലെങ്കിൽ റെഡ് പ്രീസ്റ്റസ് ആകാനുള്ള ചാൻസസ് ഏറെയാണ്. ഈ കാരണം കൊണ്ടായിരിക്കും ഡേമോണിൻ്റെ ആ ഒരു ഡ്രീം കണ്ടതും അതുപോലെ തന്നെ ഡേമോൺ അവിടെ വെച്ച് മരിക്കും എന്നൊക്കെ പുള്ളിക്കാരി പറഞ്ഞത്. പക്ഷേ തിയറി ഇതൊന്നുമല്ല. ഈ റെഡ് പ്രീസ്റ്റസ് ആയിട്ടുള്ള ആലിസ് റിവേഴ്സ് ശരിക്കും മെലിസാൻഡ്ര ആവാനുള്ള ചാൻസസും ഉണ്ട് എന്നാണ് പറയുന്നത്. ഗെയിം ഓഫ് ത്രോൺസിലുള്ള മെലിസാൻഡ്രയ്ക്ക് ഒരുപാട് വർഷം, അതായത് 400 വയസ്സിന് മുകളിലൊക്കെ പ്രായമുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു മെലിസാൻഡ്ര എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ചെറുപ്പം അല്ലെങ്കിൽ 40 വയസ്സുള്ള മെലിസാൻഡ്ര എന്ന് പറയുന്ന ക്യാരക്ടർ ആയിരിക്കാം ആലീസ് റിവേഴ്സ് എന്നുള്ള ഒരു തിയറി ഉണ്ട്. അതായത് വെർജിൻസിൻ്റെ ബ്ലഡിൽ കുളിച്ചത് കൊണ്ടാണ് പുള്ളിക്കാരിക്ക് ഇത്രയും ചെറുപ്പം തോന്നിക്കുന്നതും അതുപോലെ തന്നെ പുള്ളിക്കാരി മെലിസാൻഡ്ര ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരുപാട് റൂമേഴ്സും ഒരുപാട് തിയറീസും ആ ഒരു വേൾഡിലും അതുപോലെ തന്നെ നമ്മൾ ഫാൻസിനും ഇടയിൽ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. സോ ആലിസ് റിവേഴ്സിന് അത്യാവശ്യം ഒരു പ്രധാനപ്പെട്ട പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി ഹെലന ടർഗറിൻ്റെ വിഷൻസിനെയും കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വിഷൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പല കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും ആലിസ് റിവേഴ്സ്, നോട്ട് ദിസ് ക്യാരക്ടർ. ബാസ്റ്റേഡ്സിൻ്റെ കാര്യം ഇവിടെയും തീരുന്നില്ല. അതായത് നമുക്ക് ഈ ഒരു എപ്പിസോഡിനകത്തോടെ മറ്റൊരു പ്രധാനപ്പെട്ട ബാസ്റ്റേഡിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ബെയ്ലോൺ ടർഗിയറിൻ്റെ ബാസ്റ്റേഡ് സണ്ണായിട്ടുള്ള ഉൾഫ് വൈറ്റ്. ഈ ഉൾഫ് എന്ന് പറയുന്ന ക്യാരക്ടർ ആ ഒരു ടവറിൽ വന്നിരുന്നിട്ട് പറയുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. എൻ്റെ അച്ഛൻ ബെയ്ലോൺ ടർഗിയറിനാണ്, ഞാനൊരു ബാസ്റ്റേഡ് സണ്ണാണ്, ഞാൻ നമ്മുടെ ഡേമോൺ ടർഗിയറിൻ്റെ വിസേറിസ് ടർഗിയറിൻ്റെ ഹാഫ് ബ്രദർ ആണെന്നൊക്കെ. ബെയ്ലോൺ ടർഗിയറൻ എന്ന് പറയുന്നത് നമ്മുടെ ജെഹേറിസ് ടർഗിയറിൻ്റെ മകനാണ്. അപ്പം ഈ ഒരു ബെയ്ലോൺ ടർഗിയറിൻ്റെ മക്കളാണ് വിസേറിസും അതുപോലെ തന്നെ ഡേമോൺ ടർഗിയറിനും. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേനും ഡേമോൻ്റെയും വിസേറിസിൻ്റെ ഒരു ഹാഫ് ബ്രദർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉൾഫിനെ കാണാൻ പറ്റും. എന്തൊക്കെയാണെങ്കിലും ഉൾഫ് ഡ്രാഗൺ സീഡ്സിനെ പറ്റിയും അതുപോലത്തെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഉൾഫ് പറയുന്ന കൂട്ടത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഡ്രാഗൺ സീഡ്സിനെ പറ്റി മെൻഷൻ ചെയ്യുമ്പോഴത്തേനും അതൊരു ചിന്ന കാര്യമല്ല അല്ലെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. ഡ്രാഗൺ സീഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ ഹ്യൂ ഹാമർ ഒരു ഡ്രാഗൺ സീഡാണ്. ഹ്യൂവിനെ ഓൾറെഡി നമ്മൾ ഒരു എപ്പിസോഡിനകത്ത് കണ്ടിട്ടുണ്ട്. അതൊരു സ്പോയിലർ ആണ് എന്ന് നിങ്ങൾ കരുതുകയാണ്. അതായത് ഇങ്ങനെ ഒരു ഡ്രാഗൺ സീഡ് ആണെന്ന് ഞാൻ പറഞ്ഞതൊരു സ്പോയിലറായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഷോ പ്രോപ്പറായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഹ്യൂവിൻ്റെ മുടി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഒരു ഡ്രാഗൺ സീഡാണ്, അദ്ദേഹം ഒരു ടർഗിയൻ ബാസ്റ്റർ ആണെന്ന്. കാരണം ഒരു വൈറ്റ് ഹെയർ ഉള്ള ക്യാരക്ടറാണ് ഹ്യൂ ഹാമർ. അതുപോലെ പല 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 ഡ്രാഗൺ സീഡ്സിനെയും നമ്മൾ ഈ ഓൾറെഡി കണ്ടിട്ടുണ്ട്. എണ്ണി ഞാൻ പറയുന്നില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ പറയുന്നുണ്ട് അവരെ നോട്ട് ഇട്ട് വെച്ചോളാം. കാരണം ഈ ക്യാരക്ടേഴ്സൊക്കെ ഫ്യൂച്ചർ എപ്പിസോഡ്സിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ ഒരു ഉൾഫിനെ കാണിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഏഗോൺ ടർഗിയറിൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഏഗോൺ ടർഗിയറിൻ യുദ്ധത്തിന് പോകാൻ വേണ്ടി നിന്നയാളാണ്. അദ്ദേഹം എങ്ങനെ ഒരു ബ്രോത്തലിലേക്ക് വന്നു അല്ലെങ്കിൽ ആ ഒരു ടാവണിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോർഡ് ലാരിസ് നൈസായിട്ട് പുള്ളിക്കാരനെ വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്തു. യുദ്ധത്തിന് പോകാൻ തയ്യാറായിട്ട് പടച്ചട്ടയ്ക്ക് ഇട്ട് നിന്ന ഏഗോണിനോട് വന്നിട്ട് പറഞ്ഞു, നീ പോയി കഴിഞ്ഞാൽ നിൻ്റെ അമ്മയും അതുപോലെ തന്നെ അനിയനും കൂടെ കയറി ഭരിക്കും, നിൻ്റെ കാര്യം പോക്കായിരിക്കും, നീ ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഏഗോണിന് പോകാനുള്ള മനസ്സും പോകും. അതുപോലെ തന്നെ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിനിടയ്ക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് ഏഗോണിൻ്റെ ആ ഒരു ആർമർ, അത് നമ്മുടെ ഏഗോൺ ഫസ്റ്റ് ടർഗിയറിൻ യുദ്ധത്തിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആർമറാണ്. ഏഗോൺ ടർഗിയറിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് ആ ഒരു ആർമർ ഒരു വലിയ സംഭവം തന്നെയായിരിക്കും. സോ ഏഗോൺ കോൺക്വസ്റ്റിലൊക്കെ മേ ബി നമുക്ക് ആ ഒരു ആർമർ ഒന്നും കൂടെ കാണാം. ഏഗോൺ കോൺക്വസ്റ്റ് ഷോയൊക്കെ വരുന്നുണ്ട് എന്നുള്ള റൂമേഴ്സ് വരുന്നുണ്ട്, 100% ഷുവർ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ റിസംബിൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം അല്ലെങ്കിൽ ഒരു ചെറിയ സംഭവം നമുക്ക് ഈ ഒരു എപ്പിസോഡിനകത്തൂടെ ആ ഒരു ആർമറിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോർഡ് ലാരിസിന് തൻ്റെ കൺവട്ടത്ത് നിന്ന് ഏഗോണിനെ കളയാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ചെറിയ മാനിപ്പുലേഷൻ പരിപാടി നടത്തുന്നുണ്ട്. കാരണം ഏഗോൺ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഏഗോൺ അവിടെ ഉണ്ടെങ്കിൽ ഒരു ഹാൻഡിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്ത് ഏഗോണിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ അദ്ദേഹം ഒരു ഹാൻഡ് അല്ലെങ്കിൽ കൂടെ ഏഗോണിനെ പല കാര്യങ്ങളും ചെയ്ത് അദ്ദേഹം മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈവൻ ഓട്ടോ ഹൈറ്റവറിനെ ഹാൻഡിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോലും ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി കൊടുത്തത് ഈ ഒരു ലോർഡ് ലാരിസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പം പുള്ളിക്കാരൻ്റെ കരിക്കുളി ചെറുതായിട്ട് നീക്കുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് നീക്കാൻ വേണ്ടിയുള്ള ഒരു അവസരവും കൂടെ ഏഗോൺ അദ്ദേഹത്തിനെ മാസ്റ്റർ ഓഫ് ദ വിസ്പറേഴ്സ് ആക്കി നിയമിച്ചുകൊണ്ട് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡിലും ഒരു മാസ്റ്റർ ഓഫ് വിസ്പേഴ്സ് വന്നിട്ടുണ്ട്. അതായത് മിസാരി എന്ന് പറയുന്ന ക്യാരക്ടറിനെ റീനറെ ടർഗിയറിന് ആ ഒരു ലെവൽ ഓഫ് പൊസിഷനിലേക്ക് അപ്പോയിന്റ് ചെയ്തത് നമുക്ക് കാണുവാൻ ഈ ഒരു എപ്പിസോഡിനകത്തൂടെ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇന്ത്യൻ നമ്മുടെ ബെയ്ല ടർഗിയൻ ഡ്രാഗണിന്റെ മണ്ടലൂടെ പറന്നു പോകുന്ന സമയത്ത് സർ ക്രിസ്റ്റൻ ഗോൾഡിനെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരെയും കാണുകയുണ്ടായി. അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടെ അവർ ജസ്റ്റ് മിസ്സിന് കാട്ടിനകത്തോട്ട് കയറി രക്ഷപ്പെടുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ബെയ്ല ടർഗിയറിന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ ബ്ലാക്ക് കൗൺസിലുള്ള മെമ്പേഴ്സ് എത്രയും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യണം. കാരണം ഗ്രീൻസ് ഓൾറെഡി അവരുടെ മൂവ്മെന്റ് നടത്തി കഴിഞ്ഞു. ബ്ലാക്സ് മാത്രമാണ് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത്
എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൂക്സ് റെസ്റ്റ് പോലുള്ള ബ്ലാക്സിൻ്റെ മേജർ സ്ട്രോങ് ഹോൾഡ്സിലേക്ക് ഗ്രീൻസ് വന്നിട്ട് അറ്റാക്ക് ചെയ്ത് ആ ഒരു സ്ഥലമൊക്കെ പിടിച്ചടക്കാനുള്ള ചാൻസ് ഉണ്ടെന്നും അതുപോലെ തന്നെ അങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കും എന്നുമൊക്കെ ഒരു ബ്ലാക്ക് കൗൺസിൽ സംസാരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതായത് റെയ്നേറ ടർഗേറിന് മൊത്തത്തിൽ എല്ലാ സൈഡിൽ നിന്നും ഉള്ള പ്രഷർ വന്നു കഴിഞ്ഞു. ഇനി യുദ്ധം ചെയ്യുക എന്നുള്ളൊരു ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിക്കാണ് എല്ലാവരും സംസാരിക്കുന്നത്. കാരണം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഹാരൻഹാളിലേക്ക് യുദ്ധം പോകാം, അതുപോലെ തന്നെ റൂക്സ് റെസ്റ്റിലേക്ക് യുദ്ധം പോകാം, അങ്ങ് നോർത്തിലേക്ക് ഏതറ്റം വരെ യുദ്ധം പോകാനുള്ള ചാൻസസ് ഇപ്പോൾ വളരെയേറെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പെട്ടെന്ന് യുദ്ധം നടക്കും എന്ന് കരുതി കഴിഞ്ഞാൽ അങ്ങനെ യുദ്ധം നടക്കത്തില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർമിയൊക്കെ മൂവ് ചെയ്ത് അവിടുന്ന്, അതായത് ഇപ്പോൾ കിങ്സ് ലാൻഡിങ്ങിൽ നിന്ന് നോർത്ത് വരെ ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല. നിങ്ങളുടെ ഒരു കൂട്ടുകാരനോട് ഒരു കുതിരപ്പുറത്തുനിന്ന് ബാംഗ്ലൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തോട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എത്ര ദിവസം പിടിച്ചു വരും? ഈ ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ മാസങ്ങൾ സഞ്ചരിച്ചാലായിരിക്കും ഒരു ആർമിക്ക് വേറൊരു സ്ഥലത്തേക്ക് വരുവാൻ സാധിക്കുന്നത്. കാരണം അവർ കണ്ടിന്യൂസ്ലി എപ്പോഴും നടന്നുകൊണ്ട് വരുമല്ല, ഇടയ്ക്ക് അവർ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്യാമ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫാൻറ്റസി വേൾഡാണിത്. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ ചട്ടപ്പെട്ട ഇടിപടിയിൽ നിന്നും യുദ്ധം നടക്കില്ല. പതിയെ ആയിരിക്കും യുദ്ധങ്ങളും കാര്യങ്ങളും ബിൽഡ് ആവുന്നത്. ഓരോ ആർമി അങ്ങോട്ട് മൂവ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് സ്കൗട്ട്സ് പോകും, അങ്ങനെ കുറേ സംഭവങ്ങൾ സംഭവിക്കും. അങ്ങനൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബാറ്റിലാണ് നടക്കുന്നത്. അല്ലാണ്ട് നമ്മൾ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ പടപടേ നല്ല പരിപാടി നടക്കുന്നത്. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലേക്ക് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് റെയ്നേറയിലേക്ക് തന്നെ വരാം. എന്തായാലും പുള്ളിക്കാരിക്ക് പ്രഷർ വന്നു. അപ്പോൾ ആ സമയത്താണ് പുള്ളിക്കാരി നമ്മുടെ ആലിസെൻറ്റിൻ്റെ ആ ഒരു കത്ത് വായിച്ച് നോക്കുന്നത്. ആ കത്ത് വായിക്കുമ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നുണ്ട് ആലിസെൻറ്റ് ഇതുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. ആലിസെൻറ്റിന് യുദ്ധമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ ഇതുകൊണ്ടാണ് മിസാരിയോട് സംസാരിച്ചിട്ട് നേരെ ആലിസെൻറ്റിനെ കാണാൻ വേണ്ടി പോകുന്നതും. അവിടെ ചെന്നിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് ആലിസെൻറ്റിന് തനിക്ക് മണ്ടത്തരം പറ്റി എന്നുള്ള കാര്യം മനസ്സിലാവുന്നു. കാരണം റെയ്നേറ ടർഗേറിയൻ വളരെ വ്യക്തമായിട്ട് വിസേറിസ് ടർഗേറിയൻ ഉദ്ദേശിച്ചത് ഏഗോൺ ഫസ്റ്റ് ടർഗേറിനെയാണ്, അല്ലാണ്ട് ഈ സെക്കൻഡ് പൊട്ടനെ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ കളി കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാവുന്ന ആലിസൺ ഹൈടവറിന് ആകെ ചെയ്യാൻ പറ്റിയത് അവിടെ നിന്ന് എണീറ്റ് പോവുക എന്നുള്ളത് മാത്രമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലിസെൻറ്റ് പറയുന്ന പോലെ തന്നെ ഏഗോൺ സെക്കൻഡ് ടർഗേറിനാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുവന്നത്. ഹാൻഡായിട്ട് നിൽക്കുന്നത് ക്രിസ്റ്റൻ കോളാണ്. അദ്ദേഹത്തിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനുള്ള ഒരാളും ഇപ്പം ആ ഒരു കൗൺസിലിനകത്തില്ല. ഈവൻ ഓട്ടോ ഹൈടവറിനെ പോലും പുറത്തേക്ക് പറഞ്ഞയച്ചു. അതുപോലെ തന്നെ ഏമോണ്ട് ടർഗേറിൻ്റെ ആങ്കറും എല്ലാം അറിയാമെന്നല്ലേ എന്നുള്ള രീതിക്ക് റെയ്നേറ ടർഗേറിനോട് ചോദിക്കുന്നുണ്ട്. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ടു ലേറ്റ്. ഇനി ഒരു യുദ്ധം നടന്ന് ആ യുദ്ധത്തിൽ നിന്നൊരു വിജയെ കണ്ടുപിടിച്ചാൽ മാത്രമേ ആ ഒരു അയൺ ത്രോണിൻ്റെ ഒരു അവകാശിയെ കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇനി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് ഡാൻസ് ഓഫ് ദ ഡ്രാഗൺസ് എന്ന് പറയുന്ന സംഭവം 100% ആയിട്ട് നടക്കും. അതിനുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും കഴിഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈവൻ ഒരു ബാറ്റിൽ വരെ ഈ ഒരു എപ്പിസോഡിനകത്തോടെ കഴിഞ്ഞു. അവരത് മേ ബി നെക്സ്റ്റ് എപ്പിസോഡിനകത്തൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുവാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ സിമ്പിളായിട്ട് കാണിച്ചതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും. കാരണം ആ ഒരു മേജർ ബാറ്റിലിനെ അവർ എന്തിനാണ് ജസ്റ്റ് ഒരു സിംഗിൾ സീൻ വെച്ച് അങ്ങനെ കാണിച്ചതെന്ന് എനിക്ക് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. ഞാൻ കുറച്ചും കൂടെ ഒരു മേജർ ബാറ്റിൽ പോലെയായിരുന്നു അത് ഉദ്ദേശിച്ച് വെച്ചിരുന്നത്. ആ ഒരു തുടക്കത്തിൽ കാണുന്ന ആ ഒരു ഹൗസ് ബ്ലാക്ക് വുഡും അതുപോലെ തന്നെ ഹൗസ് ബ്രാക്കണും തമ്മിലുള്ള ഒരു സംഭവം അവർ സിമ്പിളായിട്ട് തന്നെ തീർത്ത് കളഞ്ഞിട്ടുണ്ട്. മേ ബി നെക്സ്റ്റ് എപ്പിസോഡിന് അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാർ കാണാം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ കാണുന്നവരെ എല്ലാവർക്കും ബൈ.